വയനാട്ടിൽ മഴ കനക്കുകയാണ്. മുത്തങ്ങയിൽ ദേശീയപാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മാനന്തവാടി വള്ളിയൂർക്കാവിന് സമീപത്തെ വാടക വീട്ടിൽ കുടുങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളി കുടുംബത്തെ JCBയുടെ സഹായത്തോടെ രക്ഷപ്പെടുത്തി. बराबर रखना बराबर അവർക്ക് അതിന് പേടിയൊന്നുമില്ല. ഓക്കെ ഇറക്കി കൊടുക്കേ. പോരട്ടെ 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 ആരാംസെ ആരാംസെ ആരാംസെ. എം കമൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കമൽ, ഈ റോഡിന് താഴെയുള്ള പ്രദേശത്ത്, അതായത് ഇവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട അടുത്ത് വെള്ളക്കെട്ടുണ്ടോ? അതുകൊണ്ടാണ് എന്ത് സാഹചര്യത്തിലാണ് JCBയുടെ സഹായം തേടേണ്ടി വന്നത്? മധു, ആ സ്ഥലത്തു നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ആ പ്രദേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വള്ളിയൂർക്കാവ് വഴി പനമരത്തു നിന്ന് മാനന്തവാടിയിലേക്കുള്ള ഒരു രണ്ടാമത്തെ പ്രധാന റോഡ് കടന്നു പോകുന്ന വഴിയാണ് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിനടുത്തുകൂടെ. ആ റോഡിന് സമാന്തരമായി തന്നെ മിക്ക സ്ഥലത്തും മാനന്തവാടി പുഴ ഒഴുകുന്നുണ്ട്. വളരെ പെട്ടെന്ന് വെള്ളം കയറുന്ന മേഖലയാണ്. സമീപകാലത്ത് റോഡ് പുനർനിർമ്മിച്ച് ഉയർത്തിയത് കൊണ്ട് റോഡിൽ പെട്ടെന്ന് ഇപ്പോൾ വെള്ളം കയറുന്നില്ല. അല്ലെങ്കിൽ അടക്കം മുങ്ങാറുണ്ട് പ്രളയകാലത്തൊക്കെ. ഇപ്പോൾ റോഡ് ഉയർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡിന് ഇരുവശവും വലിയ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശമാണ്. നെൽവയലുകളും ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത്. ആ ഭാഗത്താണ് ഇത്തരത്തിൽ കെട്ടിടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒറ്റപ്പെട്ടത്. എന്തായാലും JCB ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ പ്രദേശത്ത് രാവിലെ പുലർച്ചെയൊക്കെ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരുന്നെങ്കിലും ഒരു 9 മണിക്ക് ശേഷം കനത്ത മഴയാണ് പനമരം മാനന്തവാടി ഭാഗങ്ങളിലൊക്കെ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കുടുംബം ഒറ്റപ്പെട്ടത്. വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിന് സമീപത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ ജനവാസ മേഖലയിലേക്കല്ല. ഈ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട വീടുകളൊക്കെ ചിലതുണ്ടെങ്കിലും കൂടുതലും നെൽവയലുകളും താഴ്ന്ന പ്രദേശങ്ങളുമാണ്. അവിടെയാണ് വെള്ളം കൂടുതലായിട്ട് കയറിയിരിക്കുന്നത്. കമലാണ് വിവരങ്ങൾ നൽകിയത്. വാടക വീട്ടിൽ കുടുങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളികളെ JCBയുടെ സഹായത്തോടു കൂടി രക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. മാനന്തവാടി വള്ളിയൂർക്കാവിന് സമീപത്താണ് ഈ പ്രശ്നമുണ്ടായത്. താഴത്തെ നില ഏറെക്കുറെ അതിന്റെ പകുതിയോളം വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് കുഞ്ഞടങ്ങുന്ന വീട്ടിലുള്ളവരെ എല്ലാവരെയും JCBയുടെ സഹായത്തോടെ പുറത്തേക്ക് കൊണ്ടുവന്നത്. കമൽ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. കമൽ, ഇവർക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കുന്നുണ്ടോ? വയനാട്ടിലും കണ്ണൂരിലും ഇന്ന് റെഡ് അലേർട്ടാണ്. കനത്ത മഴ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പാടശേഖരങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇന്ന് ഉയർന്ന മേഖലകളിലേക്ക് അടക്കം വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. എല്ലായിടത്തും തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. അതിനിടയിൽ മണ്ണ് ഇടിഞ്ഞ് അവിടെ നിന്ന് ചെളി കുത്തി ഒഴുകി വന്ന് രാവിലെ ഒരു KSRTC സ്വിഫ്റ്റ് അതിൽ കുടുങ്ങി അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. കമൽ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. കമൽ, ഈ പ്രദേശങ്ങളിൽ നിന്ന് ജീവിക്കാൻ കഴിയാത്ത ഇടങ്ങളിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാനുള്ള സൗകര്യം എന്താണ്?
മധു ഏതാണ്ട് 40ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള എല്ലാ സംവിധാനവും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ആദിവാസി കുടുംബങ്ങളൊക്കെ മാറാൻ വിസമ്മതിക്കുന്നുണ്ട്. പോലീസിനെ അടക്കം ഉപയോഗിച്ച് കുടുംബങ്ങളെ മാറ്റുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ എല്ലായിടത്തും മുൻകരുതലുകളും ക്യാമ്പുകളും ഒക്കെ റെഡിയാണ്. ഇന്ന് രാവിലെ നേരത്തെ മാധു പറഞ്ഞതുപോലെ KSRTCയുടെ AC ബസ് മീനങ്ങാടിയിൽ ചെളിയിൽ കുടുങ്ങിയൊരു സാഹചര്യം ഉണ്ടായി. അത് യഥാർത്ഥത്തിൽ മനുഷ്യനിർമ്മിതമായ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ദേശീയപാതയ്ക്ക് സമീപത്തെ കുന്നിൽ വൻതോതിൽ മണ്ണെടുപ്പ് നടന്നിരുന്നു JCB ഉപയോഗിച്ച്. ആ കുന്നിൽ ആ മണ്ണെടുത്ത ഭാഗത്തു നിന്ന് ചെളി ഒഴുകി ദേശീയപാതയിലേക്ക് ഇറങ്ങുകയായിരുന്നു. അങ്ങനെയാണ് ആ ബസ് അടക്കം കുടുങ്ങിയത്. പിന്നീട് ഫയർഫോഴ്സ് വെള്ളമടിച്ച് ആ ചെളി ഒഴുക്കിക്കളയുകയായിരുന്നു. അതിനുശേഷമാണ് ഈ രാവിലെ ഒരു 9 മണിക്ക് ശേഷം മാനന്തവാടി പനമരം മേഖലയിൽ മഴ കനത്തത്. അതോടെ നേരത്തെ വെള്ളം കയറിയ പ്രദേശങ്ങളിലേക്ക് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളി കുടുംബം അടക്കം അവിടെ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. പനമരം ടൗണിന് സമീപത്തൊക്കെ പനമരം പുഴ കരകവിഞ്ഞ് പനമരം ടൗണിന് സമീപത്തൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളമാണ്. വൈകുന്നേരം വരെ മഴ തുടർന്നാൽ ചിലപ്പോൾ പ്രധാന റോഡുകളടക്കം വെള്ളത്തിലടിയിലാകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ തന്നെ ചില ചെറിയ റോഡുകൾ, ഗ്രാമീണ റോഡുകളൊക്കെ പലയിടത്തും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ചില ഒറ്റപ്പെട്ട വീടുകളും വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ ആളുകളെ മുൻകരുതലായി നേരത്തെ തന്നെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും മഴ ശക്തമായി തുടരുകയാണ്. ഇന്ന് രാവിലെ മുതൽ തുടരുകയാണ്. പലയിടങ്ങളിൽ വെള്ളക്കെട്ട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തെ തുടർന്ന് വയനാട്ടിൽ ഒരു കുടുംബത്തെ JCBയുടെ സഹായത്തോടെ വീട്ടിന്റെ മുകൾ നിലയിൽ നിന്ന് മാറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. മാനന്തവാടി വള്ളിയൂർക്കാവിന് സമീപത്താണ് ഇതുണ്ടായത്. കമലാണ് വിവരങ്ങൾ നൽകിയത്.